ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുവാനുള്ള സാധ്യത തള്ളിയിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ആ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യം പോലും ഉയരുന്നില്ല. ചോദ്യം ഉയർന്നാൽ ഉത്തരം പറയുമെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. ന്യൂസ് 18 കേരളത്തിന് നൽകിയ അഭിമുഖത്തിൽ ആയിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. ഇത്തവണ കുടുംബത്തിൽ നിന്ന് ചാണ്ടി ഉമ്മൻ അല്ലാണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടാകും. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ റൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ചോദ്യം വരുമ്പോൾ ഉത്തരം കിട്ടും. സാധ്യതകൾ അങ്ങനെ പ്രചരിക്കുന്നു. ചോദ്യം ഇപ്പം അങ്ങനെയില്ല. ചോദ്യം വരുമ്പോൾ ഉത്തരം കിട്ടും. ചോദ്യം എന്നോട് പാർട്ടി ചോദിക്കും, അപ്പോൾ ഞാൻ അതിന് ഉത്തരം കൊടുക്കും. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു കുടുംബത്തിൽ നിന്ന് മത്സരിക്കുന്നതിന് ചാണ്ടി ഉമ്മൻ അനുകൂലിക്കുന്നുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ചോദ്യം വരട്ടെ, അപ്പോൾ ഞാൻ മറുപടി കൊടുക്കും. ഉമ്മൻചാണ്ടിക്ക് അത് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നതാണ് കേരള സമൂഹത്തിന് അറിയാവുന്നത്. അത് ചാണ്ടി ഉമ്മന്റെ പോലും അവസരങ്ങൾ ചില സമയം ചാണ്ടി ഉമ്മൻ ആഗ്രഹിച്ച സമയങ്ങളിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും, പക്ഷേ ഒരു വിധത്തിൽ പറഞ്ഞാൽ അതേമാണ് ശരി. അതേ ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലെന്ന് ചോദിച്ചാൽ അത്ര ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് സാധ്യതയുണ്ട്. ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലെന്ന് ചോദിച്ചാൽ അത്ര ശരിയല്ല. അപ്പോൾ അതിൽ വിട്ടുവീഴ്ച അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാറി ചിന്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ല എന്ന് ചോദിച്ചാൽ അത്ര ശരിയല്ല. ഈ കാര്യങ്ങൾ വീട്ടിൽ സംസാര വിഷയമാകാറുണ്ടോ? അത് ഇപ്പം അങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ. ചർച്ച വരുമ്പോൾ അപ്പോൾ CPM-ൽ ഇത്തവണ കുടുംബാധിപത്യം ആണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ കണ്ണൂർ സീറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വല്ല പാർട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവരെ ഇഷ്ടമുള്ളവരെ തീരുമാനിക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. കാരണം അവരുടെ രീതി അങ്ങനെ. അവർക്ക് ആരെ അവിടെ മത്സരിപ്പിക്കാം. ആരും മത്സരിച്ചാലും അവരൊരു ന്യായീകരണം കൊണ്ടുവരും. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ആരെങ്കിലും മത്സരിച്ചാലേ പ്രശ്നം വരുന്നുള്ളൂ. ആരെ വേണം മത്സരിപ്പിക്കുക, ഞാൻ അഭിപ്രായം പറയുന്നത്. അവരുടെ പാർട്ടിയിൽ ഇൻറ്റേർണൽ മാറ്ററാണ്. അവർക്ക് ആരെ വേണം മത്സരിപ്പിക്കുക. ഞാൻ ഫുൾ ഫ്രീഡം ഞാൻ എന്നെ തന്നെ കൊടുക്കുക അവർക്ക്. കാരണം ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത്. അവിടെ എതിർത്ത് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ അല്ലാതിരിക്കണം, അങ്ങനെ ആകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ അത്? അവർ ഇഷ്ടമുള്ള ചെയ്തോട്ടെന്നേ. അവരുടെ പാർട്ടിയല്ലേ. അവരുടെ പാർട്ടിക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതേ കാര്യം മറ്റൊരു പാർട്ടിക്കാർ ചെയ്താൽ അതിന് ന്യായീകരണമായിട്ട് വരും. അപ്പൊ അതിനുള്ള സാധ്യതകൾ പൂർണ്ണമായും എന്തായാലും ചാണ്ടി ഉമ്മൻ തള്ളിക്കളയുന്നില്ല. ഏതിനുള്ള സാധ്യത? ഒരാൾ കൂടി വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നമ്മൾ എന്താ സംസാരിച്ചുകൊണ്ട് CPM-ന്റെ കാര്യമല്ലേ പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് ഇഷ്ടമുള്ളവരെ മത്സരിപ്പിക്കുക. അവരുടെ പാർട്ടി സെക്രട്ടറിയോ അവരുടെ നേതാക്കന്മാരുടെ കുടുംബങ്ങളിൽ നിന്നോ ആർക്ക് വേണേൽ മത്സരിപ്പിച്ചുകൂടെ? അവർക്ക് ഈസി ആയിട്ട് ജയിക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ, CPM മത്സരിപ്പിച്ചോട്ടെ. ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി മത്സര രംഗത്തുണ്ടാകാനുള്ള സാധ്യത ചാണ്ടി ഉമ്മൻ തള്ളുന്നില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ 6 എത്തിയിട്ട് പാലം അന്വേഷിക്കുന്നില്ല. 6 എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ അന്വേഷിക്കുന്നു. നോ ഇല്ല അപ്പോഴും. ഓക്കെ, യെസ്, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു മറിയ ഉമ്മൻ്റേത് ഉൾപ്പെടെയുള്ള പേരുകൾ. മറിയ ഉമ്മൻ ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുമോ എന്ന ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിൽ സജീവമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഘടകകക്ഷികൾ അടക്കം മറിയ ഉമ്മനെ സമീപിച്ചിരുന്ന ആ പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അത്തരം സാധ്യതകളെല്ലാം തള്ളിക്കളയുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം അദ്ദേഹം നോ പറയുകയും ചെയ്യുന്നില്ല. എന്തായാലും ഈ അഭിമുഖം നടത്തിയ MG രേണുകയാണ് ചേരുന്നത്. രേണുക, ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, പക്ഷേ തന്ത്രപരമായി മറുപടി പറഞ്ഞൊഴിയുകയാണല്ലോ ചെയ്തത് ചാണ്ടി ഉമ്മൻ. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും അഭിലാഷ്, നമുക്കറിയാം പലപ്പോഴും ഇതിനോട് ഒരു താല്പര്യമില്ലാത്ത തരത്തിലുള്ള പ്രതികരണം ചാണ്ടി ഉമ്മൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ വളരെ സജീവമായി ഇത്തവണ കാഞ്ഞിരപ്പള്ളി, ചെങ്ങന്നൂർ സീറ്റുകളിലൊക്കെ മറിയ ഉമ്മന്റെ പേര് കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയായ സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ചാണ്ടി ഉമ്മനോട് ആവർത്തിച്ച് അതിനുള്ള സാധ്യതകളെ കുറിച്ച് തേടുന്നത്. അത് തുടക്കം മുതൽ തന്നെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചിരിക്കുന്നത്. അത്തരം ഒരു ചർച്ചയെ ഉയരുന്നില്ലല്ലോ എന്നതാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തിയില്ല, അങ്ങനെ ഒരു ചർച്ചയെ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ പാടെ തള്ളിക്കളയുകയാണ് ചാണ്ടി ഉമ്മൻ ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ ഉണ്ടാകുന്നത്, മത്സരരംഗത്ത് ഉണ്ടാകുന്നത് ഇഷ്ടമായിരുന്നില്ല. അത് ചാണ്ടി ഉമ്മന്റെ തന്നെ അവസരങ്ങൾ പലപ്പോഴും ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെ ഒരു വസ്തുതയാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ചാണ്ടി ഉമ്മനോട്. അപ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്നത് ഉമ്മൻചാണ്ടി ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, പക്ഷെ ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്നൊരു കാര്യം കൂടി ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. 6 എത്തിയിട്ട് അന്വേഷിച്ചാൽ പോരെ പാലം എന്ന ഒരു കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും കോൺഗ്രസിൽ നടക്കുന്നില്ല. എപ്പോഴാണോ
പാർട്ടി തന്നോട് ആ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ താൻ അതിനെക്കുറിച്ച് സംസാരിക്കും എന്നതാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. ഒരു ഘട്ടത്തിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ മത്സരരംഗത്തു നിന്നുണ്ടാകുമോ അല്ലെങ്കിൽ മാറി നിൽക്കുമോ എന്ന തരത്തിൽ പോലും ഉള്ള സംശയങ്ങൾ ഉയർന്ന ഒരു ഘട്ടമുണ്ട്. അതായത് ഒരാൾ മാത്രമേ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുള്ളൂ എന്നതാണ് ചാണ്ടി ഉമ്മന്റെ മനസ്സിലുള്ള കാര്യം. അത് മറ്റൊരാൾ മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ താൻ ഒഴിവായിട്ടാണെങ്കിൽ പോലും ഒരാൾ മാത്രമേ മത്സരരംഗത്ത് ഉണ്ടാകുള്ളൂ എന്നുള്ള ശക്തമായ സന്ദേശമാണ് ചാണ്ടി ഉമ്മൻ പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്. അത് ആവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇന്റർവ്യൂവിൽ ചാണ്ടി ഉമ്മൻ ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു തരത്തിലുള്ള ചർച്ചയും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല. അതിന്റെ എല്ലാ സാധ്യതകളും അദ്ദേഹം തള്ളിക്കളയുന്ന തരത്തിലാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യം എന്ന് പാർട്ടി എന്തായാലും ഇപ്പോൾ ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നില്ല എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം. ചാണ്ടി ഉമ്മൻ മറ്റു വിഷയങ്ങളിലും പ്രതികരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് യുവ തുർക്കികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാക്കളുടെ പട്ടികയിലേക്ക് വന്നിരുന്ന ആളുകൾ ആയിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ എന്നത് നമുക്കറിയാം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതിയും ആരോപണങ്ങളും അതേ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട സാഹചര്യം ആണ് സൃഷ്ടിക്കപ്പെട്ടത്. അവിടെ ഈ സംഘവുമായി യോജിച്ചു പോകാത്ത ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതും. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം ഈ ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനങ്ങളും വോട്ട് തേടലും ഒക്കെ മറ്റൊരു രീതിയിലായിരുന്നത് ആ ഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോഴിതാ ഷാഫി പറമ്പിലിനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടുമുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുകയാണ് ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടും മരണത്തിനു മുമ്പും ഉടലെടുത്തതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉള്ളത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം തേടേണ്ടതായിരുന്നുവെന്നും കൂടുതൽ പറയുന്നില്ല എന്നുമായിരുന്നു ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത്. ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. അദ്ദേഹം പാർട്ടിക്കകത്തില്ലല്ലോ. പാർട്ടിക്കകത്ത് ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി, അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഇതിൻ്റെ അപ്പുറം കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് ആണോ ചാണ്ടി ഉമ്മനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അകറ്റിയ ഘടകം? അല്ല, അതും ഇതുമായിട്ടൊന്നും ഞങ്ങൾക്ക് അങ്ങനൊന്നും അതൊന്നും അറിവില്ലല്ലോ. ഇതിനകത്തുള്ള ഞങ്ങൾ പൊളിറ്റിക്കലി രണ്ട് സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് എൻ്റെ ഫാദറിൻ്റെ ഡെത്തുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് അല്ലെങ്കിൽ ഡെത്തിന് തൊട്ട് മുമ്പ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അതിൻ്റെതായ ഇഷ്യൂസാണ്, അല്ല പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. അതിൽ ഇതുമായിട്ടൊന്നും കണക്ട്. അപ്പോൾ ആ ഇഷ്യൂസ് ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. അല്ല, പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് അത് രാഹുലുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. രാഹുലുമായിട്ടോ ഷാഫിയായിട്ടോ സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. അത് എൻ്റെ ഫാദറിനോടൊപ്പം ഉള്ളവരോടുള്ള മൊത്തത്തിലുള്ള ഒരു ഡിഫറൻസ് ഒപ്പീനിയനാണ്. അത് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനു മുമ്പ് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി. ഉമ്മൻചാണ്ടി ആയിരുന്നു ഈ വിഷയത്തിൽ ശരി എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം എ ഗ്രൂപ്പിൻ്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത്, നിർദ്ദേശിച്ചത് മറ്റ് JS അഖിലിനെ ആയിരുന്നു. അപ്പോൾ അതിൽ ഉമ്മൻചാണ്ടി ആയിരുന്നു ശരി എന്ന് താങ്കൾ കരുതുന്നു? അതാണ് ഈ അകൽച്ചയുടെ പ്രധാന കാരണം. ഞാൻ ഒന്നും കമന്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പീനിയൻ എടുക്കേണ്ടതായിരുന്നു, അത്രേ പറയൂ. ഞാൻ ഫർദർ കമന്റ് ഇല്ല. നമ്മൾ കഴിഞ്ഞ കാര്യത്തിൽ വെള്ളം ഒഴുകിപ്പോയി, ഇനി അതിനെ പിടിച്ചു കെട്ടാൻ പറ്റും. ആ ഒപ്പീനിയൻ എടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഞാൻ ഫർദർ കമന്റ് ചെയ്യുന്നു. യെസ്, രേണുക തന്നെ തുടരുന്നുണ്ട്. രേണുക, ഇതാ ഈ ചോദ്യത്തിന്, അതായത് ഷാഫിയും രാഹുലുമായുള്ള അഭിപ്രായ ഭിന്നതയെക്കുറിച്ച് പറയുമ്പോൾ അത് രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. രാഷ്ട്രീയമായി ഒരേ ചേരിയിലുള്ളവരാണ് ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ 3 പേരും എന്ന് നമുക്കറിയാം. അപ്പോഴും അതിനകത്തുണ്ടാകുന്ന അഭിപ്രായ ഭിന്നതയെക്കുറിച്ച് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും അഭിലാഷ്, ഷാഫിയുമായും രാഹുൽ മാങ്കൂട്ടത്തിലുമായും അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന കാര്യം തുറന്നു സമ്മതിക്കുകയാണ് ഈ അഭിമുഖത്തിൽ ചാണ്ടി ഉമ്മൻ ചെയ്തിരിക്കുന്നത്. ആ അഭിപ്രായ വ്യത്യാസം എന്നത് രാഷ്ട്രീയമാണ്, വ്യക്തിപരമല്ല എന്ന് പറയുന്നു. ഇത് നമ്മൾ ഈ ചോദ്യത്തിലേക്ക് വന്ന സാഹചര്യം എന്ന് പറയുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഉത്തരവാദിത്വം ഒന്നും ചാണ്ടി ഉമ്മന് നൽകിയിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ പരാതി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അത് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചോദിക്കുന്നു. അത് രാഹുലുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നുള്ള സാഹചര്യമാണോ അതിലേക്ക് നയിച്ചതെന്ന് ചോദിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, ലൈംഗിക ആരോപണ കേസിൽ നിരവധി ലൈംഗിക ആരോപണ കേസിൽ പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണോ? ഞാൻ ഈ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.